morning guys, എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള റൈസ് വിഭവങ്ങൾ, എന്തെങ്കിലുമൊക്കെ റൈസ് റെസിപ്പീസ്, അതായത് നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നത്, നമുക്ക് എന്തെങ്കിലും ധൃതിയൊക്കെ ഉള്ള ദിവസത്തിൽ പെട്ടെന്ന് വെക്കാൻ പറ്റുന്നതും പക്ഷെ കൂട്ടത്തിൽ കൂട്ടാനായിട്ട് അധികം കറികളൊന്നും ആവശ്യമില്ലാത്തതുള്ള റൈസ് വിഭവങ്ങളാണ്. അപ്പോൾ അതാണ് നമ്മുടെ വെറൈറ്റി റൈസ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കിട്ടുന്നത്. അപ്പോൾ കേരളത്തിൽ പൊതുവെ എനിക്കറിയില്ല, ഞങ്ങളുടെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ വെറൈറ്റി റൈസ് അധികമായിട്ട് ചെയ്യാറില്ല. പക്ഷെ ഞാനിപ്പോ ഇവിടെ തമിഴ്നാട് വന്നതിന് ശേഷം കാണാറുണ്ട്, നമുക്ക് കടകളിൽ പോയാലും പല തരത്തിലുള്ള റൈസ് നമുക്ക് കിട്ടാറുണ്ട്. അത് ടൊമാറ്റോ റൈസ്, കേർഡ് റൈസ്, ടാമറൈൻഡ് റൈസ്, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ തരവും കിട്ടാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ചാനലില് ടൊമാറ്റോ റൈസ് ആണ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് അറിയായിരിക്കും, കാരണം നമ്മൾ പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റിയതും ഈസി ആയിട്ടും എന്നാൽ സൂപ്പർ ടേസ്റ്റോട് കൂടിയതുമാണ് ഈ ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റൈസിന്റെ വീഡിയോകൾ, പലതരത്തിലുള്ള റൈസിന്റെ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോയിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിക്കുന്നുണ്ട്, എങ്കിലും ഞാൻ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞേക്കാം. ഞാൻ എന്താ ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് അരി എടുത്തിരിക്കുന്നത്. അരി ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കുതിർത്തതിന് ശേഷം കുക്കറിലിട്ട് 3 വിസിൽ അടുപ്പിച്ച് വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ. ഞാൻ പൊന്നി അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണോ ഉള്ളത് അതിൽ ട്രൈ ചെയ്യാം. അതിൽ ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഗ്ലാസ് അരി അരമണിക്കൂർ കുതിർത്തതിന് ശേഷം 3 വിസിൽ അടുപ്പിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ പറയാൻ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ട് എങ്ങനെയാണ് ഈ റൈസ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ തക്കാളി ചോറ് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ പിന്നെ എണ്ണയുടെയും ഉപ്പിന്റെ അതുപോലെ തന്നെ കടുക് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും അളവ് പറയുന്നില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇടുന്നതനുസരിച്ച് ഇടുക. അതുപോലെ തന്നെ മുളക് പൊടി, അതും നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച്, നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക. അപ്പൊ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ പെരുംജീരകമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, പിന്നെ സവാള ഞാൻ 2 ചെറിയ സവാള അതിന്റെ പേരിൽ 2 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. തക്കാളി ഞാൻ പിന്നെ 3 ഇടത്തരം തക്കാളികളാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഇത് 3 എണ്ണം മതി, ഇടത്തരം 3 എണ്ണം മതിയാവും. അതല്ല പുളി ഇല്ലാത്തതാണെങ്കിൽ 1 എണ്ണം കൂടി ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ്. മഞ്ഞപ്പൊടി നിങ്ങൾ എത്രയാണോ ഇടുന്നത് അതിനനുസരിച്ച് എടുത്തു വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അത് ഞാൻ മുളക് പൊടി പറഞ്ഞത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പൊ ഞാൻ ഗരം മസാല എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവില്ലാത്ത പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പച്ചമുളക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിനി എന്തായാലും നമ്മുടെ തക്കാളി സാദം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ഇവിടെ നമ്മുടെ തക്കാളി സാദം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ, നമ്മൾ സ്റ്റൗ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ തീ കുറച്ച് വെക്കുക കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. അപ്പൊ സവോളയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക. സവാള ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ സവാള ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണമെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുകൂടി ഇട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ വഴറ്റി എടുക്കാം. ഓക്കെ, അപ്പൊ 2 മിനിറ്റ് നമ്മുടെ ഉള്ളി ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം.
1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ മുളക് പൊടി നേരത്തെ പറഞ്ഞല്ലോ, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടിയിട്ട് എരിവായി പോവാനായിട്ട് പാടില്ല കേട്ടോ. അപ്പൊ എന്റെ ഇച്ചിരി എരിവ് കൂടി മുളക് പൊടിയാ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ എടുത്തിരിക്കുന്ന അളവൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ 1 ഗ്ലാസ് അരിക്ക് പറ്റിയ അളവാണ് കേട്ടോ. 1 ഗ്ലാസ് അരിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 3/4 ഗ്ലാസ്, ഗ്ലാസിന്റെ വലിപ്പം ഒക്കെ തന്നെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ഈ ഒരു അളവ് മതിയാവും കേട്ടോ. അതൊരു 2 പേർക്ക് കഴിക്കാം. പിന്നെ കൊച്ചുകുട്ടികളാണ് ഒരാൾക്കൂടെ, അങ്ങനെ മൊത്തം 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ് കേട്ടോ. ഓക്കെ, ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പൊ 3 തക്കാളിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ആ 3 തക്കാളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇനി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഒരു ലേശം ഉപ്പും കൂടെ നമുക്ക് മേളിൽ ഇട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം അടച്ചു വെക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി ഒക്കെ ഒന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് അങ്ങ് എന്താ പറയാ, ഒരു കുഴമ്പ് പരിവാക്കി എടുക്കണം നമുക്ക് ഈ തക്കാളി ഒക്കെ ഒന്ന് ഉടച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ തവി വെച്ചുകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്കൊരു ഇച്ചിരിയും കൂടെ എരിവിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഞാനൊരു ഇച്ചിരി മുളക് പൊടി, അതുപോലെ തന്നെ തക്കാളിക്ക് നല്ല പുളിയുണ്ട്, അതിന്റെ പേരില് ഉപ്പ് കുറച്ച് പുറകോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത് കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിന്റെ കുറവോടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അരിയും കൂടിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഇച്ചിരി ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് അവസാനം, ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, നമുക്ക് അവസാനം 1 ടീസ്പൂണോളം നെയ്യും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലെ തന്നെ പറയാൻ കേട്ടോ. ഓക്കെ, അപ്പൊ നെയ്യും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ചോറിന്റെ അളവ് കറക്റ്റ് ആയിട്ട് അറിയില്ലെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ചോറ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചോറ് വാരിയിട്ട് ആ മസാലയുടെ കൂടെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കുറേശ്ശെ ചോറ് ഇട്ടിട്ട് നമ്മൾ ഇളക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഇതിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ മല്ലിയിലയും കൂടെ മുകളിൽ തൂക്കി കൊടുക്കാം. ഓക്കെ, നമുക്കിനി ഇതിപ്പം സ്റ്റവ് ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. നമുക്ക് കഴിക്കാൻ സമയമാകുമ്പോ എടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ടൊമാറ്റോ റൈസ്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾക്ക് തൈര് വേണം, അതായത് നമ്മുടെ സാലഡ്, പിന്നെ ഇതുപോലത്തെ വറുവല്. അപ്പൊ ഇതിന്റെ ABCD ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ. അപ്പൊ എന്തായാലും ഞാൻ ഇത് ഇച്ചിരി കഴിച്ച് കാണിക്കാം. നമുക്ക് ഇച്ചിരി തൈര് ഒഴിച്ച് സൂപ്പറാ. വേഗത്തിൽ ഉണ്ടാക്കുമ്പോ രുചിയേറിയ ആഹാരം കൂടെ ആകുമ്പോ ഇത് വളരെ നല്ലതല്ലേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കവി സ്ട്രീം ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.